ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ നാട്ടിൽ പോയപ്പം ഫാമിലിയുടെ കൂടെ മൂന്നാർ പോയപ്പോൾ എടുത്ത ചെറിയൊരു വ്ലോഗാണിത്. ഇതാണ് ഇസു മാക്കു. നാട്ടിൽ പോകാനുണ്ടായിരുന്ന എന്റെ എക്സൈറ്റ്മെന്റിന്റെ വലിയൊരു പങ്കും ഇവർ രണ്ടുപേരെയും ആദ്യമായിട്ട് കാണാൻ പോവാണല്ലോ എന്നുള്ളത് ഓർത്തിട്ടാണ്. അമ്മയുടെ ഫാമിലിയുടെ കൂടെയാണ് ഞാൻ ഈ മൂന്നാർ ട്രിപ്പ് പോയത്. ചാച്ചന്മാരും ആന്റിമാരും അമ്മച്ചിയും കസിൻസും എല്ലാവരും ഉണ്ടായിരുന്നു. കുഞ്ഞീച്ചും ചേട്ടായും കാനഡയിലായതുകൊണ്ട് അവരെ മിസ്സായി. 5 വർഷത്തിൽ വന്നായിരുന്നോണ്ട് പറയാൻ ഒത്തിരി വിശേഷങ്ങളുണ്ടായി. നമ്മുടെ ആദ്യത്തെ സ്പോട്ട് ഈ വെള്ളച്ചാട്ടമായിരുന്നു. ഇതിനു മുന്നേ കുറെ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഒരു പുതുമ തന്നെയാണ്. ഇസുനാണെങ്കിൽ ഉറക്കം ശരിയാവാതെ ഇരുന്നോണ്ട് അത്ര നല്ല മൂഡിലല്ലായിരുന്നു. നമ്മളിവിടെ കുറെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ബാക്കി എല്ലാവരും ഓൾറെഡി വണ്ടിയിൽ തിരിച്ചു കയറി. പിന്നെ നമ്മളത് ഫാമിയാർഡ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. മീനുകളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. എന്നിട്ട് നമ്മൾ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇവരെല്ലാരും ഓൾറെഡി അത് അവരുടെ പുലാവ് വന്നു. ഇത് ചോറാണ്. എന്താ ചേച്ചിയും ചോറാണ് ഓർഡർ ചെയ്തിരിക്കണേ. എത്ര കൂട്ടം കറിയുണ്ടത്? താങ്ക് യു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ് ആണ്. എൻ്റെ വന്നിട്ടുണ്ട്. ചേച്ചിയുടെ ചോറ് ഇതുവരെ വന്നിട്ടില്ല. ഇവർ പൊറോട്ട കൊള്ളുക കൊള്ളാം, നൈസായിട്ടുണ്ട്. ചേച്ചി പ്രോൺസും നമുക്ക് വന്നത് നന്നായി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ആരോടാ? യൂട്യൂബിലിടാനായിട്ട് വീഡിയോ ഓടിക്കണം. ഇത് എൻ്റെ അമ്മച്ചി, ഇതാണ് എൻ്റെ അമ്മക്കുട്ടി, അമ്മയുടെ അമ്മ. ഫാമിയാർഡ്. സോറി, അവന് വീഡിയോ എടുക്കാൻ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ ടൈം കൊടുത്തില്ല. ഇത് ടുലു അങ്കിളാണ്. റേനിയമ്മ, പൊന്നുസെട്ടായി, മാമൻ, ലാല, എല്ലാവരും. നല്ല വ്യൂ ഒക്കെയാണ്. അവിടെ നിന്ന് പയ്യെ ഞാൻ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിലേക്ക് കയറിയിരുന്നു. അതാവുമ്പോൾ നല്ല വ്യൂ ആണ്. സ്ഥലങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് പപ്പ പറഞ്ഞു തരുകയും ചെയ്യും. അത് മുഴുവനായിട്ട് എനിക്ക് കിട്ടിയില്ല. പക്ഷെ അവിടെ ഒരു വലിയ ലോറി മറിഞ്ഞിട്ടുണ്ട്. നല്ല വ്യൂ ഉള്ളിടത്തൊക്കെ വണ്ടി നിർത്തി ഫോട്ടോസ് ഒക്കെ എടുത്ത് സാവധാനമാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. സത്യത്തിൽ മൂന്നാർ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ വരുന്ന ഒരൊറ്റ വ്യൂ ഇതാണ്. ഇവിടെ മാമന്റെ ഫോട്ടോഷൂട്ടാണ്. കല്യാണ ഫോട്ടോ എടുക്കുന്ന പോലെ ഉണ്ട്. ഞാൻ ഇത് കണ്ടിട്ട് 5-5.5 വർഷമായി. അതുകൊണ്ടാണ് എനിക്കിത്ര എക്സൈറ്റ്മെന്റ്. നമ്മളിപ്പം ബ്ലോസം ഹിൽസ് റിസോർട്ടിലാണുള്ളത്. ഞാൻ പുറത്തേക്ക് ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഇവിടെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഞങ്ങളിവിടെ വന്ന് കയറിയുള്ളൂ. സാധനങ്ങളൊക്കെ വെച്ചൊന്ന് സെറ്റിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ റിസോർട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇത് നമ്മുടെ ചാച്ചന്മാരുടെ റിസോർട്ടാണ്. സോ എല്ലാം ചുറ്റിക്കാണിക്കാം. മുകളിലത്തെ നിലയിലാണ് നമ്മുടെ റൂം. സോ നമ്മൾ ജീപ്പിലൊക്കെയാണ് പോണേ. മാക്കു, നമ്മൾ എവിടെയാ പോണേ? ജീപ്പിലാ? ജീപ്പിൽ എങ്ങോട്ടാ പോണേ? ടാറ്റ പോവാന് ജീപ്പില്. മാക്കുട്ടിയുടെ മാക്കുട്ടി ചേട്ടനും വരുന്നത്. കറക്റ്റ് നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ ബാഗും സാധനങ്ങളും എല്ലാം റൂമിൽ കൊണ്ടുവന്ന് വെച്ച് ഫോണൊക്കെ ഒന്ന് ചാർജിനിട്ട് വ്യൂ എല്ലാം കണ്ട് ഒന്ന് റിലാക്സ് ആയിട്ടിരുന്നു. നല്ല മഴക്കാറും മേഘങ്ങളും വെയിലും എല്ലാം കൂടെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ ഫ്രണ്ട് വ്യൂ. ഓരോ റൂമുകളും ഓരോ ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഓരോ റൂമിൽ നിന്നുള്ള വ്യൂവും യുണീക്കാണ്. നമ്മളെല്ലാവരോട് സ്വിമ്മിംഗ് പൂളിലേക്കുള്ള നടത്തമാണ് ഈ കാണുന്നത്. ഇവിടെ നല്ല ആമ്പൽക്കുളമൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ പൂളിലേക്ക് പോകുന്ന വഴി മുഴുവൻ ചെടികളും പൂക്കളും മരങ്ങളും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുവാണ്. ചാമ്പങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട് ഗൈസ് ഇവിടെ. നമ്മളത് ആ ഗാർഡനിലേക്കുള്ള അതാണ് റിസോർട്ട്. നല്ല പൂക്കളുടെയും ഫ്രൂട്ട്സിന്റെ ഒക്കെ സ്മെല്ലായിരുന്നു നടക്കുന്ന വഴി ഫുള്ള്. ഇവിടെ ചക്കയുണ്ട്, നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മളിപ്പോൾ നേരെ ചെല്ലുന്നത് പുള്ളിലേക്കാണ്. ബാക്ക്ഗ്രൗണ്ടിൽ മലയുടെ നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട്. സോ ബ്യൂട്ടിഫുൾ.
പോകുന്ന വഴി ഫുള്ള് നമുക്ക് ഗാർഡനിൽ ഇരിക്കാനുള്ള ബെഞ്ചസും ഊഞ്ഞാലും ഒക്കെ ഉണ്ട്. എന്നെ നോക്കിയേ. അവിടെയാണ് പൂള്. ഇസു അപ്പോഴത്തേക്കും ദാ എഴുന്നേറ്റ് നല്ല ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് പൂളി എന്നുള്ള റിസോർട്ടിന്റെ വ്യൂ. എവിടെ പാഷൻ ഫ്രൂട്ട്? പാഷൻ ഫ്രൂട്ട് ഉണ്ട്. ഇതെന്താണത്? മഴയും വെയിലും ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. കുറുക്കന്റെ കല്യാണമാണത്. നല്ല വെയിലുണ്ട്, മഴയും പൊടിയുന്നുണ്ട്. മമ്മി അവിടെ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഷൂട്ട് ചെയ്യുന്ന മീൻസ് ഫോൺ വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മുടെ ഭാഗ്യത്തിന് വെയിലും മഴയും തണുപ്പും എല്ലാം കൂടെ വന്നിട്ട് ഒരു നല്ല വെതറായിരുന്നു. റിസോർട്ടിലേക്ക് കയറുവാണ്. ഞങ്ങൾ നോക്കിയപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട്. അങ്ങനെ ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് ബാക്കിയുള്ളവർ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. ഇവിടെ നിന്ന് ദാ ഇങ്ങനെ നോക്കി നിൽക്കാനായിട്ട് എന്ത് പീസ്ഫുൾ ആയിരുന്നു എന്നോ. പിന്നെ രാത്രി വരെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെയായിരുന്നു. പറയാനായിട്ട് ഒത്തിരി വിശേഷങ്ങളും ഉണ്ടായിരുന്നു. ഇഷു മേമ എന്തിനു വന്നാ? ഞാവിനെ കാണാൻ വന്നാനോ ഞേ? അപ്പോൾ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഡിന്നറാണ്. ഇതിവിടെ റിസോർട്ടിൻ്റെ തന്നെ റെസ്റ്റോറൻ്റാണ്. നമ്മൾ ഫുഡ് ഓൾറെഡി ഓർഡർ ചെയ്തു. എല്ലാവരും കുടിച്ച് ഫ്രഷൊക്കെ ആയി ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫുഡെല്ലാം വന്നു. എല്ലാത്തിനും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഹലോ, നമ്മൾ ഇപ്പോൾ ഡേ 2 ആണ്. ഇറങ്ങി വീഡിയോ ഒന്നും ആദ്യം എടുക്കാൻ സമയം കിട്ടില്ല. രാവിലെ തന്നെ എഴുന്നേറ്റ് റിസോർട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു, റെഡിയായി. ഞാൻ സാരിയൊക്കെ കൊടുത്തിട്ട് ഇറങ്ങിയേക്കുവാണ്. ഞാൻ ഫോട്ടോസൊക്കെ ഇതിനോട് ആഡ് ചെയ്യാം. നമ്മളടുത്ത സ്ഥലത്തേക്ക് പോവാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ സത്യത്തിൽ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നേ പോയി. എല്ലാവരും റെഡി ആവുന്ന തിരക്കിലും ഫോട്ടോ എടുക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. ഇവിടെ ഭയങ്കര മഴയും മഞ്ഞൊക്കെയാണ്. മഴയാണ് മഴ. മാക്കു മമ്മി ആൻഡ് this is Lava Mama. Maku Papa. Oh, that's Maku Papa. Hey, Maku's uncle. This is Maku's uncle, guys. സത്യത്തിൽ എൻ്റെ പണ്ട് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഈ തേയിലത്തോട്ടത്തിന്റെ ഇടയ്ക്കേക്ക് ഇറങ്ങി നടക്കണം എന്നൊക്കെയുള്ളത്. ഇന്ന് ഞാനത് അവരോട് പറഞ്ഞപ്പോൾ ഒത്തിരി ആളും ബഹളവും ഒന്നും ഇല്ലാത്ത ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയ നല്ല അടിപൊളി സ്പോട്ട് കണ്ടുപിടിച്ച് എന്നെ അങ്ങ് ഇറക്കി വിട്ടു. ഞാനാണെങ്കിൽ ഡബിൾ ഹാപ്പി. ഞാനാണെങ്കിൽ ഇതിനു വേണ്ടി മാത്രമാണ് രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് സാരിയൊക്കെ കൊടുത്ത് ഇറങ്ങിയത്. ബട്ട് ഇറ്റ് വാസ് വർത്ത് ഇറ്റ്. അങ്ങനെ ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു. പിന്നെ എത്ര കോരി ചൊരിയുന്ന മഴയാണെന്നുണ്ടെങ്കിലും ഇവിടം വരെ വന്നിട്ട് ഇത് മിസ് ചെയ്യരുതല്ലോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.